ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്രാബ് മസാലയാണ്, ഞണ്ട് മസാല. അതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതിനുശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കൈപ്പിടി ചെറിയുള്ളി. ഇതിന് ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് സവാളയും യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുക. രണ്ട് പച്ചമുളക് ഞാൻ നെടുക കീറിയിട്ടൊന്നുമില്ല, പച്ചമുളക് അങ്ങനെ തന്നെ കഴുകിയിട്ട് ചേർക്കുവാണ്. ഈ പച്ചമുളകിന് ഒരുപാട് എരിവൊന്നുമില്ല. നമുക്കിപ്പോൾ കുറച്ചൊരു മസാല അരയ്ക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു കുഞ്ഞ് മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്, പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ പെപ്പർ, 3 കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു 4 ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നല്ല പഴുത്ത തക്കാളി നോക്കി ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്യുവാണ്. മസാലയൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടിയിലൊക്കെ പച്ച ചുവ മാറണം. ഇനി നമുക്കിതിനേക്ക് ആവശ്യമായിട്ട് ഒരു 5 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5 കാഷ്യൂനട്ടും ചേർത്തിട്ടുണ്ട്. കസകസ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള മസാല മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുവാണ്. ഇതിലേക്ക് എപ്പോഴും നമുക്ക് പെപ്പറിൻ്റെ സ്മെല്ലാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കാണ്ട്. അപ്പം നമ്മൾ എരിവ് ചേർക്കുന്നത് സൂക്ഷിച്ച് ചേർക്കണം. ഓൾറെഡി നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന തേങ്ങ പേസ്റ്റും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. ആ മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ എടുത്ത് വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്,
നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നേരത്തെ നോക്കുക, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. പെപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ടാമത് പെപ്പർ പൗഡറായിട്ട് കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.